ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് കാണാനാണ് പോകുന്നത്. ഇന്ത്യ ഗേറ്റിന് ചുറ്റുമുള്ള പ്രദേശം ദില്ലിയിലെ പ്രധാന സാംസ്കാരിക വിനോദ ചരിത്ര പൈതൃക കേന്ദ്രങ്ങളൊന്നാണിത്. രാത്രി സമയങ്ങളിൽ ഇവിടെ മനോഹരമായ ലൈറ്റിങ്ങുകളാൽ അലങ്കരിക്കപ്പെടുന്നു. മുമ്പ് രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ കർത്തവ്യ പഥ് എന്ന് വിളിക്കുന്ന ഈ വഴിയരികിൽ എല്ലാം മനോഹരമായ ഉദ്യാനങ്ങളും തടാകങ്ങളും കാണാം. ഉദ്യാനത്തിലെല്ലാം തന്നെ നിറച്ച് സഞ്ചാരികളും എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വൈകിട്ട് സമയങ്ങളിൽ ഇവിടെ വന്നിരുന്ന് സൊറ പറഞ്ഞിരിക്കാനൊക്കെ ഇവിടെ എത്തും. അതുപോലെ തന്നെ ധാരാളം ടൂറിസ്റ്റുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നു. വഴി വാണിഭ കച്ചവടക്കാരും ധാരാളമുണ്ട്. എല്ലാവരും വിശ്രമത്തിലൊക്കെയാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാതെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് അണ്ടർ പാസേജ് ഉണ്ട്. അതുകൊണ്ട് ഈ ഉദ്യാനത്തിലൂടെ കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് ആ അണ്ടർ പാസേജിനടുത്തെത്താം. ഇന്നും ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർപാസ്. ഇതിലൂടെ നമുക്ക് ആ വലിയ റോഡ് ക്രോസ് ചെയ്യാതെ, ട്രാഫിക്കുള്ള റോഡ് ക്രോസ് ചെയ്യാതെ നമുക്കെല്ലാം തന്നെ അവിടേക്ക് എത്താം. സഞ്ചാരികൾക്കെല്ലാം ഇവിടെ വളരെ ഭംഗിയോടുകൂടിയും ചിട്ടയോടും കൂടിയെല്ലാം ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വിജയ് ചൗക്കിലേക്കും ഇന്ത്യ ഗേറ്റിലേക്കും ഉള്ള ഒരു പാതയാണിത്. അങ്ങനെ ഈ ചുമന്ന ഈ കല്ല് പാകിയ രണ്ട് സൈഡിലും കല്ലൊക്കെ പാകി വൃത്തിയാക്കിയിരിക്കുന്ന ഈ പാതയിലൂടെ നമ്മൾ ഈ അണ്ടർ പാസേജിലൂടെ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഈ സൈഡിൽ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ സെക്യൂരിറ്റിയോ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ഉണ്ടാവുമായിരിക്കാം. അലാറം അടിച്ചാൽ അവർക്ക് വേറൊരു കൺട്രോൾ റൂമിൽ ഇരുന്ന് ഇതെല്ലാം നോക്കുന്നുണ്ടായിരിക്കാം. ഇവിടെയെല്ലാം ഇതിനകത്ത് ഈ വഴിയിലെല്ലാം തന്നെ ഓരോ ചിത്രങ്ങളെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ഗേറ്റിലേക്ക് ഈ അണ്ടർ പാസിലേജിലൂടെ നടന്ന് അങ്ങോട്ടേക്ക് എത്താനുള്ള പരിപാടിയിലാണ്. ഇന്ത്യ ഗേറ്റ് ഒരു യുദ്ധസ്മാരകമാണ്. ഇത് ന്യൂഡൽഹിയിലെ രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന, ഇവിടെ ഔദ്യോഗികമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്തവ്യ പഥ് എന്ന് വിളിച്ചു പോരുന്നു ഈ ഭാഗത്തിനെ. 1914 1921 ഇടയിൽ ഒന്നാം ലോക മഹായുദ്ധത്തിലും ഫ്രാൻസ്, മെസപ്പട്ടോമിയ, പേർഷ്യ, കിഴക്കൻ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ഇന്ത്യൻ സൈന്യത്തിലെ 74,187 സൈനികരുടെ സ്മാരകമായി ഇത് നിലകൊള്ളുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിലെ സൈനികരുടെയും പേരുകൾ ഇതിലുണ്ട്. 13,313 സൈനികരുടെ പേരുകൾ ഗേറ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിൽ 12,357 പേർ ഇന്ത്യക്കാരാണ്. നമ്മൾ ആ അണ്ടർ പാസേജ് കഴിഞ്ഞ് നേരെ അടുത്ത സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ എത്തുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ പരിസരത്തേക്കാണ്. സർ എഡിൻ ലൂട്ടിയൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഇന്ത്യ ഗേറ്റ്. ഇതാ നേരെ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും പ്രധാനമന്ത്രി അമർ ജവാൻ ജ്യോതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വലിയ ഒരു റീത്ത് ഇവിടെ സമർപ്പിക്കും. ഇതിനുശേഷം റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നു. ഇവിടെ എല്ലാ ദിവസവും ഇതുപോലെ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇന്ത്യ ഗേറ്റിൻ്റെ നിർമ്മാണം 1931 ഫെബ്രുവരി 12 ആരംഭിക്കുകയും 10 വർഷത്തിനു ശേഷം സ്മാരകം ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയുമാണ് ഉണ്ടായത്. ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു.
റിപ്പബ്ലിക് ദിന പരേഡ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യ ഗേറ്റിന് ചുറ്റും കടന്നുപോകുന്നു. ഈ കാണുന്ന ഇന്ത്യ ഗേറ്റ് 42 മീറ്റർ, അതായത് 138 അടി ഉയരമുണ്ട് ഇന്ത്യ ഗേറ്റിന്. ഇതിന് താഴെ തന്നെ അമർ ജവാൻ ജ്യോതി, ഒരു കറുത്ത മാർബിൾ സ്തംഭം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൽ തലകീഴായി ഒരു റൈഫിളും യുദ്ധ ഹെൽമറ്റും കൊണ്ട് ആ റൈഫിളിന് മുകളിൽ യുദ്ധ ഹെൽമറ്റ് മൂടിയത് ഉണ്ട്. അത് കാണാൻ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരവൃത്തി മരിച്ച ജവാന്മാരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണിത്. 1972 ജനുവരി 26 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അമർ ജവാൻ ജ്യോതി എന്നാണ് ഇതിനെ പറയുന്നത്. ഇന്ത്യൻ സായുധ സേനയുടെ ആണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിലും വിജയ് ദിവസിലും കാലാൽപ്പട ദിനത്തിലും പ്രധാനമന്ത്രിയും സായുധ സേനാ മേധാവികളും അമർ ജവാൻ ജ്യോതിയിൽ റീത്തുകൾ സമർപ്പിക്കുന്നു. കാലാൽപ്പട ദിനം 1947 ഒക്ടോബർ 27 ഇന്ത്യൻ കാലാൽപ്പട ജമ്മു കാശ്മീരിനെതിരായ പാകിസ്ഥാൻ്റെ ആക്രമണം തടയുന്നതിന് തുടങ്ങിയ ദിവസമാണ്. അതുപോലെ വിജയ് ദിവസം 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും പാകിസ്ഥാനെതിരായ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ആഘോഷിക്കുന്ന വിജയ് ദിനമാണ്. ബിജോയ് ദിബേഷ് വിജയ് ദിനം എന്നും പറയും. ഇതാണ് അമർ ജവാൻ. ഞാൻ പറഞ്ഞതുപോലെ റൈഫിളിന് മുകളിൽ ഒരു ഹെൽമറ്റൊക്കെ വെച്ചിട്ടുള്ള ഈ അമർ ജവാനും അതിൽ ഏത് സമയവും കത്തിക്കൊണ്ടിരിക്കുന്ന 4 സൈഡിലും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു CNGയിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്യോതിയും അവിടെ നിലനിൽക്കുന്നു. അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇവിടെ ആ നേരെ കാണുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സെല്യൂട്ട് സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. അതിൻ്റെ ആ പുൽമൈതാനത്തിന് ചുറ്റും കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നു. ഇവിടെയെല്ലാം തന്നെ ഒരു ഫോറിനേഴ്സ് അവതരിപ്പിക്കുന്ന കൃഷ്ണ ഭക്തിഗാനങ്ങളാണ് ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് നേരം കേട്ടുകൊണ്ട് വീണ്ടും ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് ചുറ്റിക്കാണാം. Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. ഇത് കണ്ട് നേരെ വിജയ് ചൗക്കിലൂടെ യാത്രയാണ്. പ്രതിഭാധനനായ സർ എഡ്വിൻ ലൂട്ടൻസിൻ്റെ ഭാവനയിൽ രൂപപ്പെട്ടതാണ് ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായ ഈ മനോഹര പ്രദേശം. രാഷ്ട്രപതി ഭവനിലേക്ക് നീണ്ടുകിടക്കുന്ന ഈ റോഡ്
റിപ്പബ്ലിക് ദിനത്തിൽ മനോഹരമായ പരേഡ് കടന്നു പോകുന്ന ഈ രാജപാതയിലൂടെയാണ്. അങ്ങ് അകലെ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ സമ്മാനങ്ങളാണ് റൈസിന ഹിൽസിലെ അവിടെ കാണുന്ന റൈസിന ഹിൽസിലെ ബിൽഡിങ്ങുകളും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ തലസ്ഥാന നഗരം കൂടിയാണ് നമ്മുടെ ന്യൂഡൽഹിയിലെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. സർ എഡ്വിൻ ലൂട്ടൻസിൻ്റെ ഭാവനയിലാണ് രാഷ്ട്രപതി ഭവനും രൂപകൽപ്പന ചെയ്തത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിയുടെ കൊട്ടാരമായിരുന്നു അത്. പിന്നീടാണ് അത് ഇന്ത്യൻ രാഷ്ട്രപതി ഭവൻ ആയത്. അങ്ങ് നേരെ കാണുന്നതാണ് റൈസിന ഹിൽസിലെ രാഷ്ട്രപതി ഭവനും PMO ഓഫീസും എല്ലാം തന്നെ. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ അതിഗംഭീരമാണ്. ലോകത്തെ തന്നെ ഏറ്റവും സുന്ദരമായ പ്രസിഡൻഷ്യൽ കൊട്ടാരങ്ങളിൽ ഒന്നാണിത്. 340 മുറികളും 38 സ്വീകരണ മുറികളും 18 സ്റ്റെയർ കേസുകളുമൊക്കെയുള്ള മഹാമന്ദിരമാണ് അങ്ങ് നേരെ കാണുന്നത്. ഇവിടം വരെയാണ് ഇന്ന് ടൂറിസ്റ്റുകൾ കൂടുതലുള്ള കാരണം കടത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിന് പരിസരം വരെയൊക്കെ പോകാം. ഇന്തോ ബ്രിട്ടീഷ് ശൈലിയിലുള്ള കെട്ടിടമാണ്. 17 വർഷം എടുത്ത് 1929 പൂർത്തീകരിച്ച കെട്ടിടം. 1950 മുതൽ ഇത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനായി. സർ എഡ്വിൻ ലൂട്ടൻസിൻ്റെ ഭാവനയിൽ പണിതീർത്ത ഈ പ്രദേശം അതിമനോഹരമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ 1911 റൈസിന ഹിൽസ് അവരുടെ തലസ്ഥാനത്തിൻ്റെ പണികൾ ആരംഭിച്ചത്. ഈ കുന്നിൻ മുകളിൽ ഒത്തനടുക്ക് അവരുടെ വൈസ്രോയിയുടെ ഭവനം നിർമ്മിച്ചു. അവിടെ നിന്ന് വളവുകളും തിരിവുകളും ഇല്ലാതെ 3 കിലോമീറ്റർ നീളത്തിൽ അതിഗംഭീരമായൊരു രാജപാതയും നിർമ്മിച്ചു. അതിന് ഇരുവശവും ഒരുപോലുള്ള കെട്ടിടങ്ങളും ലൂട്ടൻസ് പണിതു. വിശാലമായ മൈതാനവും പുൽത്തകിടിയും മറ്റുമായി അതിഗംഭീരമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ഘോഷയാത്രകൾ മാത്രമല്ല ഇതിലൂടെ കടന്നുപോയിട്ടുള്ളത്, വിലാപയാത്രകളും കടന്നുപോയിരിക്കുന്നു. മഹാത്മാഗാന്ധിജി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി തുടങ്ങിയവരുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രകളും ഇതിലൂടെ കടന്നുപോയിട്ടുള്ളതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു വാർ മെമ്മോറിയൽ, നാഷണൽ വാർ മെമ്മോറിയലും സ്ഥിതി ചെയ്യുന്നു. അത് നമുക്ക് പിന്നീട് കാണാം.